കഥ സ്നേഹസമ്മാനം. ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ചെറുപ്പക്കാരനായിരുന്നു അനന്തു. പാവപ്പെട്ട കുടുംബം. അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു. അവൻ്റെ ലോകം മുഴുവൻ അമ്മ ലക്ഷ്മി മാത്രമായിരുന്നു. രാവിലെ കോളേജിലും വൈകുന്നേരം ഒരു ബേക്കറിയിലും ജോലി ചെയ്താണ് അനന്തു വീട്ടുചെലവ് നോക്കിയിരുന്നത്. അമ്മയ്ക്ക് പ്രായമായിരുന്നു. ഇടയ്ക്കിടെ അസുഖവും വരുമായിരുന്നു. ഒരു ദിവസം ബേക്കറിയുടെ ഉടമ അനന്തുവിനോട് പറഞ്ഞു, "നിന്റെ ആത്മാർത്ഥത എനിക്ക് വളരെ ഇഷ്ടമാണ്. അടുത്ത മാസം എൻ്റെ മകൻ്റെ വിവാഹമാണ്. അതുവരെ നന്നായി ജോലി ചെയ്താൽ ഒരു വലിയ ബോണസ് തരാം." അനന്തുവിന് സന്തോഷമായി. കാരണം അമ്മയുടെ ജന്മദിനം അടുത്തു വരികയായിരുന്നു. അമ്മയ്ക്ക് ഒരു പുതിയ സാരി വാങ്ങിക്കൊടുക്കണമെന്നത് അവൻ്റെ വർഷങ്ങളായുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. അനന്തുവിൻ്റെ കഷ്ടപ്പാട് കണ്ട് അമ്മ പറയുമായിരുന്നു, "മോനെ, ഇത്രയും കഷ്ടപ്പെടേണ്ട." അവൻ ചിരിച്ചുകൊണ്ട് പറയും, "ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ അമ്മ, മുതലാളിയുടെ മകൻ്റെ കല്യാണത്തിന്. അതുവരേ ഉള്ളൂ ഈ കഷ്ടപ്പാട്." അങ്ങനെ കാത്തിരുന്ന ദിവസമെത്തി. ഉടമ വാഗ്ദാനം ചെയ്തതുപോലെ ബോണസ് നൽകി. അനന്തു നേരെ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. അവൻ്റെ മനസ്സ് മുഴുവൻ നല്ല ഒരു സാരിയിലായിരുന്നു. അതുപോലെ തന്നെ വളരെയധികം സന്തോഷവും. അങ്ങനെ പട്ടണത്തിലെത്തിയ അനന്തു തുണിക്കടയിലേക്ക് പോകാൻ നേരം ആശുപത്രിയുടെ മുന്നിൽ ഒരു വലിയ ആൾക്കൂട്ടം. ഒരു ചെറിയ പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ അമ്മക്ക് അടിയന്തര ശസ്ത്രക്രിയ വേണം. പക്ഷേ പണമില്ല. ആൾക്കാർ നോക്കി നിൽക്കുന്നതല്ലാതെ ആരും സഹായിച്ചില്ല. അനന്തു തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം നോക്കി. അവൻ്റെ മനസ്സ് രണ്ടായി പിളർന്നു. കുറച്ച് നിമിഷങ്ങൾ അവനൊന്നും സംസാരിച്ചില്ല. പിന്നെ പതുക്കെ ആ ബോണസ് മുഴുവൻ ആ കുഞ്ഞിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. "നിന്റെ അമ്മയെ രക്ഷിക്കൂ." അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ കാലിൽ വീണു. അനന്തു അവളെ എഴുന്നേൽപ്പിച്ചു. "എന്നോട് നന്ദി പറയണ്ട. നിന്റെ അമ്മ സുഖമായാൽ മതി." അതിനുശേഷം അവൻ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു, "മോനെ, ഇന്ന് നിനക്കെന്തോ വിഷമമുണ്ടല്ലോ?" അനന്തു ഒന്നും പറഞ്ഞില്ല. അമ്മ പിന്നെയും ചോദിച്ചപ്പോൾ അനന്തു നടന്നതെല്ലാം പറഞ്ഞു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മകൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. "മോനെ, ഇന്ന് നീ എനിക്ക് സാരി വാങ്ങി തന്നില്ല." അനന്തു അമ്പരന്ന് അമ്മയെ നോക്കി. അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഇന്ന് നീ ഒരമ്മയുടെ ജീവൻ രക്ഷിച്ചു. അതിലും വലിയ സമ്മാനം എനിക്ക് വേറെയില്ല." ആ രാത്രി അനന്തു മനസ്സിലാക്കി, സന്തോഷം എന്നത് നമുക്ക് കിട്ടുന്നതിലല്ല, നമ്മളാൽ മറ്റൊരാൾക്ക് കിട്ടുന്നതിലാണ്. ആ സംഭവത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ബേക്കറിയുടെ ഉടമ അനന്തുവിനെ വിളിച്ചു. "ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളിൽ എല്ലാം ഞാൻ കണ്ടു. നിന്നെപ്പോലുള്ള ഒരാളാണ് എനിക്ക് വേണ്ടത്." അദ്ദേഹം അനന്തുവിന് സ്ഥിര ജോലിയും നല്ല ശമ്പളവും നൽകി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അമ്മയ്ക്ക് ചികിത്സയ്ക്കുള്ള കാശും മുതലാളി നൽകി. വീട്ടിലെ കഷ്ടപ്പാടുകൾ പതിയെ മാറി തുടങ്ങി. ഒരു ദിവസം ആ പെൺകുട്ടി അമ്മയോടൊപ്പം അനന്തുവിൻ്റെ വീട്ടിലെത്തി. അവളുടെ അമ്മ സുഖം പ്രാപിച്ചിരുന്നു. അവർ ചെറിയൊരു പൊതിയുമായി വന്നു. അതിനുള്ളിൽ ഒരു സാരി. "ചേട്ടാ, അന്ന് നിങ്ങൾ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകില്ലായിരുന്നു. ചേട്ടൻ അമ്മയ്ക്ക് സാരി വാങ്ങാൻ വെച്ച കാശ് കൂടി ചേർത്താണ് എനിക്ക് തന്നതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഈ സാരിക്ക് അത്ര വലിയ വിലയൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ സ്നേഹം ഇതിലുണ്ട്." അമ്മ ആ സാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അനന്തുവിനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആ ദിവസം അവൻ മനസ്സിലാക്കി, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ഒരിക്കലും നഷ്ടമാകില്ല. അവ ഒരു നാൾ മറ്റൊരു വഴിയിലൂടെ തിരിച്ചെത്തും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.